الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. اللهم اغفر لنا يا رب العالمين. ആരാധനീയരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ, വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിനുവേണ്ടി ധാരാളം നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പേടിച്ച് അവനെ സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്നത് അൽ ഉലമാ, അല്ലാഹുവിനെ അറിയുന്ന ആളുകൾ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം വെക്കുന്നുണ്ട് ഖുർആനിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യവും വ്യക്തവുമായി കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്, അല്ലാഹുവിനെ പേടിക്കണമെങ്കിൽ അത് അല്ലാഹുവിനെ അറിയണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കണമെങ്കിൽ അല്ലാഹുവെ നമ്മൾ അറിയേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലമാക്കളെ പറ്റി പണ്ഡിതന്മാരെ പറ്റി പറയുന്നുണ്ട്, അൽ ഉലമാഉ വറസത്തുൽ അംബിയ. പണ്ഡിതന്മാരെന്നുള്ളത് അംബിയാക്കളുടെ അനന്തര സ്വത്ത് കിട്ടിയ ആളുകളാണ്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാരായ ഇമാം ഷാഫിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവരെ നൂറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറ് കരസ്ഥമാക്കിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച സൗഭാഗ്യവാന്മാരാണ് ആലിമീങ്ങൾ, ഉലമാക്കൾ, പണ്ഡിതന്മാര് എന്നുള്ളത്. മഹാനായ അഹ്മദ് അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 800 വർഷത്തിനപ്പുറം അങ്ങ് ഹറാനിൽ ജനിച്ച മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ പറ്റി ചരിത്ര ഗ്രന്ഥത്തിൽ കൊടുക്കുന്നതായി കാണാം, അദ്ദേഹത്തിൻ്റെതൊരു പണ്ഡിത കുടുംബമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ പിതാമഹനൊക്കെ പണ്ഡിതന്മാരായിരുന്നു എന്നുള്ളതാണ്.
ആ നാട്ടില് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരുന്ന നാട് എന്നുള്ളത്, അദ്ദേഹം ജനിച്ചത് ഹറാനിലാണെങ്കിലും പിന്നീട് ഡമസ്കസിലേക്ക് അദ്ദേഹം വീട് മാറുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ സ്വന്താമത്തെ അധ്യാപകൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിതാവും പിതാമഹനുമായിരുന്നു. അന്നത്തെ കാലത്ത് ഒരുപാട് പണ്ഡിതന്മാര്, അറിയപ്പെട്ട ഇമാം ബസാറിനെ പോലെ, ഇമാം ഇബ്നു അബ്ദുൽ ഹാദിയെ പോലുള്ള ഒരുപാട് പണ്ഡിത കുലപതികൾ ജീവിച്ചിരുന്ന കാലത്ത് ജനിച്ച മഹാനായിരുന്നു ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറയുന്നതായി കാണാം. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവിനെ കുറിച്ച് മഹാനായ ദഹബി ഇമാം പറയുന്നുണ്ട്, മകനാകുന്ന ഇബ്നു തൈമിയയും മകനാകുന്ന ഇബ്നു തൈമിയ കാരണം, അതേപോലെ തന്നെ പിതാമഹനും കാരണം അദ്ദേഹത്തിന്റെ പിതാവ് അറിയപ്പെട്ടില്ല എന്നുള്ളത്. അത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ ദഹബി പറയാണ് ഇബ്നു തൈമിയയുടെ പിതാവിനെ പറ്റി, ഇബ്നു തൈമിയയുടെ പിതാവ് എന്നുള്ളത് നജുമാണ്, ഒരു നക്ഷത്രമാണ്. പക്ഷെ ആ നക്ഷത്രത്തെ നമ്മൾ അറിയാതെ പോയത് ഇബ്നു തൈമിയ എന്ന സൂര്യന്റെ വെളിച്ചം കാരണത്താലായിരുന്നു. ഇബ്നു തൈമിയയുടെ പിതാവ് എന്ന ചന്ദ്രന്റെ വെളിച്ചം കാരണത്താൽ, അവരുടെ ശോഭ കാരണത്താൽ ഈ നക്ഷത്രം അങ്ങനെ തിളങ്ങാൻ സാധിച്ചില്ല. അഥവാ ഈ നക്ഷത്രത്തെ നമ്മളെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അഥവാ ഈ മൂന്നെണ്ണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് കൊണ്ട് അനുഗ്രഹിച്ച കുലപതികളായിരുന്നു എന്നുള്ളതാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ അറിവാളന്മാരായിരുന്നു ഇബ്നു തൈമിയയും അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഹലീമും അദ്ദേഹത്തിന്റെ പിതാമഹന്മാരെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. 800 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ കഥയാണ്. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ലോകത്ത് നമുക്കൊക്കെ അറിയാത്ത ഒരുപാട് ഹദീസുകളുണ്ട്. എല്ലാ ഹദീസും ഒരു പണ്ഡിതന് അറിഞ്ഞോളണം എന്നില്ല. ഹദീസുകൾ ആയിരക്കണക്കിനുണ്ട്. എന്നാലും മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഇബ്നു തൈമിയക്ക് അറിയാത്തൊരു ഹദീസല്ല എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു വെക്കുന്നുണ്ട്. അഥവാ ഇബ്നു തൈമിയ എന്നുള്ളത് അത്രയും അഗാധ ജ്ഞാനമുള്ള, ഒരുപാട് ശിഷ്യഗണങ്ങളെ സൃഷ്ടിച്ച, ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്ന, 9 ലക്ഷത്തോളം ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടായിരുന്ന, അതിന് ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത്. 800 വർഷത്തിനിപ്പുറം നമ്മൾ ഇബ്നു തൈമിയയെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഓർക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത്. 7000-ഓളം ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ രചിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ഹദീസും സ്വഹീഹുൽ ബുഖാരിയിലേക്ക് എടുത്തെഴുതുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട്, അല്ലാഹുവേ എന്നെ സംരക്ഷിക്കണ റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ ഈ സേവനം അനുഷ്ഠിക്കുന്നത്, അതുകൊണ്ട് എന്റെ ഹദീസ് രചനയിൽ സൂക്ഷ്മത നിലനിർത്തി തരണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഹദീസ് എഴുതുന്നതിന് മുമ്പേയും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് 7000-ലധികം ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി, ഖുർആന് കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഏകകണ്ഠേന സ്വീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥമായി കൊണ്ട് സ്വഹീഹുൽ ബുഖാരി മാറിയിട്ടുണ്ടെങ്കിൽ, 1000 വർഷത്തിനപ്പുറത്ത് ജീവിച്ചിരുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളിപ്പോഴും റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ, ഇമാം ബുഖാരിക്ക് ശേഷം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഉസ്താദിനെ പോലെ തന്നെ ഹദീസിൽ നിപുണനായിരുന്നു. 6000-ഓളം 7000-ഓളം ഹദീസും അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ ഇമാം നസായി, മഹാനായ ഇമാം തിർമിദി, മഹാനായ അബൂ ദാവൂദ്, മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി, പണ്ഡിത കുലപതികളിൽ ശ്രേഷ്ഠനായിരുന്ന മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൈമിയയുടെ ഉസ്താദായിരുന്നു. മഹാനായ അലി ഇബ്നു മദീനി, മഹാനായ അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ലോകത്ത് ഇസ്ലാമിക യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇവരുടെ കിതാബുകൾ 500 വർഷത്തിനിപ്പുറവും 1000 വർഷത്തിനിപ്പുറവും അവരുടെ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ ഇന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 800 വർഷത്തിനിപ്പുറവും അദ്ദേഹത്തിന്റെ ലഭ്യമായ ഗ്രന്ഥങ്ങൾ ഏറ്റവും കുറഞ്ഞത് 100 എണ്ണമുണ്ട് എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 100ഓളം ഗ്രന്ഥങ്ങൾ, 500, 1000, 2000, 3000, 4000, 5000 പേജുകൾ അടങ്ങിയിട്ടുള്ള നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ മഹാന്മാരായ ഇബ്നു തൈമിയയെ പോലുള്ള മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു തൈമിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്.
പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഇബ്നു തൈമിയക്ക് സ്വർഗത്തിൽ പോവാൻ ഇബ്നുൽ ഖയ്യിം തന്നെ ധാരാളം എന്നുള്ളത്. അത്രയും ശ്രേഷ്ഠരായ ലോകപ്രസിദ്ധനായ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ശിഷ്യന്മാരെ സൃഷ്ടിച്ച മഹാനായ ഉസ്താദായിരുന്നു ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ ഈ ഖുതുബയിൽ 1400 വർഷങ്ങൾക്കിപ്പുറം 1000 വർഷങ്ങൾക്കിപ്പുറം ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പണ്ഡിതന്മാരുടെ പേരുകളൊക്കെ പറയുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള കാരണം മഹാന്മാരായ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഖബൂലിയത്തായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സ്വീകാര്യതയാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി അവർ പ്രയത്നിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഓർമ്മകൾ ചരിത്രത്തിൽ ബാക്കിയാക്കി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി അറിവാകുന്ന ആയുധം വെച്ചുകൊണ്ട് അവർ പോരാടി എന്നുള്ളതാണ്. മറ്റൊരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. ജിഹാദിൽ ഏർപ്പെട്ട ഒരുപാട് മഹാരഥന്മാരുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ പണം കൊണ്ട് സമ്പാദിച്ച ഒരുപാട് ആളുകൾ എക്കാലത്തും ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും അറിയപ്പെട്ടില്ല. മറിച്ചും അറിവ് കൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിച്ച മഹാരഥന്മാര് മാത്രം ബാക്കിയായിട്ടുണ്ടെങ്കിൽ അറിവെന്നുള്ളത് മഹാത്ഭുതമാണ്. അറിവെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓർമ്മകളെ എന്നെന്നും ആളുകളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മഹത്തായ വസ്തുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളും ആ പാത പിന്തുടരണമെന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മളും ഒരു ഇബ്നു തൈമിയെ സ്വപ്നം കാണേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരെ നമുക്കറിയാം. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം മാലിക്, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ, മഹാനായ ഹനഫി ഇമാം, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഒരുപാട് ഇമാമിയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവരൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അവരൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ അവർ എന്താണ് നൽകിയതെന്ന് ചോദിച്ചാൽ അവർ അറിവാണ് നൽകിയത്. മഹാനായ ഇമാം ബുഖാരി പണക്കാരനായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധനായ പണക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം പണക്കാരൻ എന്ന പേരിലല്ല അറിയപ്പെട്ടത്. അദ്ദേഹം ചെയ്ത സ്വതക്കകൾ ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹത്തെ ആളുകൾ അറിയുന്നത് അദ്ദേഹം ബാക്കി വെച്ച ഇൽമായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഭൗതിക വിദ്യാഭ്യാസം കുറവാണ്. അദ്ദേഹത്തിന് ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ പകുതി പോലും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം ഇന്നും ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം അറിയുന്നുണ്ടെങ്കിൽ ലോക മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഹൃദയങ്ങളിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം അദ്ദേഹം നേടിയ അറിവായിരുന്നു എന്നുള്ളതാണ്. അറിവ് നമ്മളെ ബാക്കിയാക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി, സ്വന്തം പിതാവിന് വേണ്ടി, സ്വന്തം മാതാവിന് വേണ്ടി മരണശേഷം പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ പുത്രൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സൗഭാഗ്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലദുൻ സ്വാലിഹായ മകൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇബ്നു തൈമിയെ പോലുള്ള ഒരു മകനായി അങ്ങനെയുള്ള മക്കളായിക്കൊണ്ട് നമ്മുടെ മക്കള് വളരാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും വേണം. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടണം. ഉന്നത വിദ്യാഭ്യാസം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എഞ്ചിനീയറിംഗ്, ഡോക്ടർ, അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസം മുഴുവനും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എന്താ ലോകത്ത് ബാക്കിയാക്കിയിട്ടുള്ളത്? നിങ്ങൾ ശരിക്കും എന്താ ബാക്കിയാക്കിയിട്ടുള്ളത്? മകന് സേഫായ ഒരു ലൈഫോ? ആരുടെയും ലൈഫ് സേഫ് അല്ല, സുരക്ഷിതമല്ല. എല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണ്. ആരുടെ ജീവിതം എങ്ങനെയും മാറി മറിയും. മക്കൾക്ക് സുരക്ഷിതമായൊരു ജോലി ഏർപ്പാടാക്കില്ല അള്ളാഹ് ചോദിക്കുന്നില്ല. മക്കളെ പഠിപ്പിക്കുന്നത് ശരിയാണ്, അവർക്ക് വഴികാട്ടി കൊടുക്കണം, എല്ലാ വഴികളും അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവരങ്ങനെ ജീവിച്ചു മരിച്ചു പോകുമെന്നുള്ളതാണ്. അവര് നല്ലൊരു ജോലി സ്വയം സന്നദ്ധമായി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കപ്പെടൂല. നമ്മളെല്ലാ വഴിയും കാട്ടിയിട്ട് മക്കള് നല്ലൊരു സുരക്ഷിതമായ ജോലിയിൽ എത്തിയിട്ടില്ലെങ്കിൽ പഠിച്ചോ നമ്മളോട് ചോദിക്കൂല. പക്ഷെ മക്കൾ ദീൻ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഗൗരവകരമായി ചിന്തിക്കേണ്ടത്. ഇന്നോ നാളോ നമ്മൾ മരിച്ചുപോയാൽ നമ്മൾ ദീനീപരമായി നമ്മുടെ മക്കളിൽ എന്തു ബാക്കിയാക്കി? ഒരു 10 ഹദീസ് മനപ്പാടുള്ള മക്കളെ ആണ് എന്റെ മക്കൾ എന്ന് എത്ര ആൾക്കാർക്ക് ഇന്ന് പറയാൻ കഴിയും? ഒരു ജുസ്എങ്കിലും മനപ്പാടുള്ള മക്കളാണ്. ഖുർആനിൽ 30 ജുസ് ഉണ്ട്.
അതിൽ ഒരു ജുസ് വെറും 21 പേജ് അല്ലെങ്കിൽ 20 പേജ്, ഇത് മനപ്പാടുള്ള ഒരു മകനാണ് എന്റേത് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഒരു 10 ഹദീസ് 20 ഹദീസ് അത് മനപ്പാടമുള്ള മകനാണ്. അതൊന്നും പോണ്ട, ഒരു 10 റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ഇങ്ങനെ ഓർഡറാക്കി വെച്ച് കഴിഞ്ഞാൽ ആ 10 സുന്നത്തും ജീവിതത്തിൽ അഭിമാനത്തോടു കൂടി പുലർത്തുന്ന മകനാണ് എന്റെ മകന് എന്ന് എത്ര പേർക്ക് പറയാനാവും? നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് ബാക്കിയാക്കി? മഹാനായ ഇബ്നു തൈമിയ ബാക്കിയാക്കിയത് ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള നൂറുകണക്കിന് പ്രഗത്ഭരായ ശിഷ്യന്മാരെയാണെങ്കിൽ, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ഇബ്നു തൈമിയെ പോലുള്ള മഹാരഥന്മാരെ ബാക്കിയാക്കിയെങ്കിൽ, മഹാനായ ഇമാം ബുഖാരി ഇമാം മുസ്ലിമിനെ ബാക്കിയാക്കിയെങ്കിൽ നമ്മൾ ആരെയാണ് ബാക്കിയാക്കിയിട്ടുള്ളത്? നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ, അള്ളാഹുവെ ദീനീപരമായി കൊണ്ട് ഇന്നതൊക്കെ ഞാൻ ബാക്കിയാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ നമുക്കെന്തുണ്ട് എന്ന് നമ്മൾ ഗൗരവകരമായി ശ്രദ്ധിക്കണം, ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നാളെ മറ്റന്നാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖബറിലേക്ക് ശരിക്കും നമുക്ക് എന്താണ്? ഇബ്നു തൈമിയെ നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ലോക മുസ്ലിങ്ങൾ. ഞാനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവൊക്കെ ഇബ്നു തൈമിയയിലൂടെ കിട്ടിയ അറിവുകളാണ്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഇപ്പോഴും ഖബറിൽ നിന്ന് കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഓരോ ഹദീസ് പഠിക്കുമ്പോഴും ആ ഹദീസിന്റെ ഒക്കെ കൂലി 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഇമാം ബുഖാരിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഇമാം മുസ്ലിമിന് ലഭിക്കുന്നുണ്ടെങ്കിൽ, 1000 വർഷത്തോളം അവര് ഖബറിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് ഖബറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, അവർക്ക് ഖബറിൽ എന്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇൻഷാ അല്ലാഹ്. അവര് ബാക്കിയാക്കിയത് കൊണ്ടാണ്. നമ്മളിങ്ങനെ മരണപ്പെട്ടു പോയാൽ ഒരു ദിവസമോ വേണ്ട, ഒരു മാസം നമ്മുടെ ഖബറിലേക്ക് വരെ നമുക്ക് എന്തുണ്ടോ? അവര് 1000 കൊല്ലത്തോളം അല്ലെ 2000 കൊല്ലത്തോളത്തുള്ള ഒരു ബാക്കിയാക്കിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ സ്വഹീഹുൽ ബുഖാരി ഉണ്ടാവും, ഖിയാമത്ത് നാൾ വരെ സ്വഹീഹ് മുസ്ലിം ഉണ്ടാവും, ഖിയാമത്ത് നാൾ വരെ സുനൻ തിർമിദി ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ 1000, 2000, 3000 വർഷത്തേക്കുള്ളതൊക്കെ ആ മഹാരഥന്മാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കെങ്കിലും മിനിമം നമ്മുടെ ഖബറിലേക്ക് എന്തെങ്കിലും വരാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. എന്നുള്ള നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഗൗരവകരമായി ചിന്തിക്കണം. നമ്മൾ പലതും നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ദീനീപരമായ പ്ലാനുകളും നമ്മൾ കുറച്ച് ഗൗരവത്തോട് കാണും. അറിവുള്ള ഏത് ഭൗതിക വിദ്യാഭ്യാസം നേടിയാലും 1000, 2000, 3000 ഹദീസൊക്കെ മനപ്പാടുള്ള മക്കളായി കാണാനും നമ്മൾ ആഗ്രഹിക്കണം. ഒരു ഇബ്നു തൈമിയെ, മഹാനായ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഹദീസ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അൽബാനിനെ പഠിക്കുമെന്നുള്ളതാണ്. 1000, 10,000 ഹദീസുകൾ നിരൂപണം ചെയ്ത ഹദീസ് പണ്ഡിതന്മാരിൽ കടലായിരുന്നു ഇമാം അൽബാനി. ഒരു 20 കൊല്ലം മുമ്പ് മരിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം വാച്ച് റിപ്പയറുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ആ പേരിലല്ല അറിയപ്പെട്ടത്, വാച്ച് റിപ്പയറുകാരനായിട്ടല്ല അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭൗതിക വിദ്യാഭ്യാസം അദ്ദേഹത്തിനൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം നേടിയ ദീനീ വിദ്യാഭ്യാസം അദ്ദേഹത്തെ നമ്മുടെ ഓർമ്മകളിൽ ബാക്കിയാക്കിയെന്ന്. നമ്മുടെ മക്കളെ നമ്മൾ എവിടെ പറഞ്ഞേക്കുമ്പോൾ, ഏത് ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ ചിലപ്പോൾ നമ്മൾ ഏറിപ്പോയി നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാറുണ്ട്. മദ്രസ 10ന് ശേഷം +1ഉം +2ഉം ഡിഗ്രി ഒക്കെ ഉണ്ട്. ഒരുപാട് കൊല്ലമുണ്ടല്ലേ ജീവിതത്തിൽ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടൊക്കെ ആ കൊല്ലങ്ങളിലൊക്കെ എന്റെ മകൾക്ക്, എന്റെ മകന് ദീനീ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ആന്ന് പറയാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ മകൻ, എന്റെ മകൾ പൂർണ്ണമായി നിസ്കരിക്കുന്നത് ശരിയായിട്ടാണ്? ഏറ്റവും ബേസിക്കായ, ഒരുപാട് ചിന്തിച്ചു പോകണ്ട, ഏറ്റവും ബേസിക്കായ അറിവിലും എന്റെ മക്കള് സേഫാണ് എത്ര പേർക്ക് സുരക്ഷിതമായി പറയാൻ കഴിയും? നമ്മളൊക്കെ വളരെ ഡീറ്റെയിൽ ആയി ചിന്തിക്കേണ്ട പോയിന്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അൽ മാലു വൽ ബനൂൻ, ധനം, മക്കള് എന്നുള്ളതൊക്കെ അലങ്കാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, മഹാനായ അബ്ദുൽ ഹലീമിന് പറയാൻ ഇബ്നു തൈമിയ എന്നൊരു മകനുണ്ടായിരുന്നു. മഹാനായ ഇമാം ബുഖാരിയുടെ ഉമ്മ എന്നുള്ളത് ചരിത്രത്തിൽ അറിയപ്പെടാത്തൊരു വ്യക്തിയാണ്. ഇമാം ബുഖാരി ചെറുപ്പത്തിൽ കണ്ണു കാണാത്തൊരു മകനായിരുന്നു. ഉമ്മ പ്രാർത്ഥിച്ചത് കാരണത്താൽ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് കാഴ്ച നൽകുകയായിരുന്നു. എന്തിനു വേണ്ടി? ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇബ്നു തൈമിയയുടെ ഉമ്മ, ഇമാം ബുഖാരിന്റെ ഉമ്മാക്ക് അറിവുണ്ടോ വെച്ചാൽ അറിവില്ല. പക്ഷെ ഇമാം ബുഖാരി എന്തൊക്കെ സേവനം ലോകത്ത് ചെയ്തു വെച്ചോ അതിന്റെ കൂലി ഒരു ഭാഗം ആർക്ക് കൂടി കിട്ടുകയാണ്? അറിവില്ലാത്ത ആ പാവം ഉമ്മാക്ക് പോലും കിട്ടുകയാണ്. അതേപോലെ നമ്മളൊക്കെ നമ്മുടെ മക്കളെ അങ്ങനെ ചിന്തിക്കുക. നമ്മളൊക്കെ ആ വിഷയത്തിൽ സ്വാർത്ഥരാവുക. നമ്മുടെ ഖബറിന്റെ കാര്യത്തിൽ,
നമ്മുടെ നാളെയുടെ ലോകത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സ്വാർത്ഥരാവണം. നമ്മുടെ മക്കളെ നമ്മൾ ദീനിന്റെ മേഖലയിൽ പറഞ്ഞയക്കേണ്ടതുണ്ട്. അവരൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ നെടുന്തൂണുകളാണ് അവര് എന്ന് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിനുള്ളൊരു മാനസികാവസ്ഥ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദീൻ പഠിക്കുന്ന സ്വാലിഹായ മക്കളാക്കിക്കൊണ്ട് നമ്മളെ മക്കളെയൊക്കെ മാറ്റി പെരുമാറാകണം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലൊക്കെ ചില ആളുകൾക്ക്, ഒരു കൂട്ടം ആളുകൾക്ക് ദറജ ഒരുപാട് വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു അവരെ ഉയർത്തും ദുനിയാവിലും ആഖിറത്തിൽ. ആരാണ്? അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വല്ലദീന ഊതുൽ ഇൽം, അറിവ് നൽകപ്പെട്ട ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കും. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, 1000 ആബിദീങ്ങളുടെ അഥവാ അള്ളാഹുവിന് ധാരാളമായി കൊണ്ട് ആരാധന നടത്തുന്ന 1000 ആളുകൾ മരിച്ചു എന്ന് സങ്കല്പിക്കുക. അതിനേക്കാൾ സന്തോഷം ശൈത്താൻ ഉണ്ടാവുക ഒരു ആലിമ് മരിച്ചാലാണ്. അള്ളാഹുവിന് വേണ്ടി ധാരാളം സുജൂദ്, ധാരാളം തഹജ്ജുദ് നിസ്കരിക്കുന്ന, ധാരാളം സുന്നത്ത് നോമ്പ് എടുക്കുന്ന, ധാരാളം നിസ്കരിക്കുന്ന, അങ്ങനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങൾ 1000 മരിച്ചാൽ എന്തായാലും ശൈത്താന് സന്തോഷം ഉണ്ടാവില്ല. അതിനേക്കാളും ശൈത്താന് സന്തോഷമുണ്ടാവുക ഒരു ആലിമ് മരിച്ചാലാണ്. കാരണം ആയിരക്കണക്കിന് ആബിദീങ്ങളെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ഫضലുള്ളത് ആലിമിനാണ് എന്നുള്ളത്. അത്രയും പ്രാധാന്യമുണ്ട് ഇൽമ് നേടുക എന്നുള്ളത്. അറിവിന് അത്രയും പ്രാധാന്യമുണ്ട്. ശൈത്താന് പോലും അറിയാം അറിവിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശൈത്താൻ ജിന്നുകളുടെ ഉസ്താദായിരുന്നു, മലായിക്കത്തുകളുടെ ഉസ്താദായിരുന്നു മുമ്പ്. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് അവനെ അവരുടെ ഉസ്താദാക്കി മാറ്റാനുള്ള കാരണം അവന്റെ അറിവായിരുന്നു എന്നുള്ളത്. ധാരാളം അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു ശൈത്താൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുടെ പേരുകളൊക്കെ നമ്മൾ ഒരുപാട് ഇവിടെ പറഞ്ഞു വെച്ചു, ഒരുപാട് കഥകൾ പറഞ്ഞു വെച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു, ആയത്ത് പറഞ്ഞു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ദീനിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് ദീനീ വിദ്യാഭ്യാസം മരണം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ധാരണ, പ്ലാൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിഞ്ഞാൽ തീരേണ്ടതല്ല. +1ഉം +2ഉം ഡിഗ്രിയും എത്ര തിരക്കിനിടയിലും നമ്മളൊക്കെ ജീവിതത്തിൽ ബാധകമാണ്. നമ്മളൊക്കെ ഏത് മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അള്ളാഹുവിന്റെ ദീനിന് അറിവ് നേടാൻ വേണ്ടി, അഥവാ നമ്മളൊക്കെ ഒരുപാട് തിരക്ക് പറഞ്ഞു ഒഴിഞ്ഞു പോരാ അല്ലെ, കച്ചവടത്തിനും മറ്റു കാര്യങ്ങളൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ നമ്മൾ ചില സുന്നത്ത് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്. എന്ത്? അറിവ് നേടുക എന്നുള്ളത്. നമ്മൾ നിസ്കരിക്കുന്ന പല സുന്നത്ത് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ് അറിവിന്റെ സദസ്സിൽ ഇരിക്കുക എന്നുള്ളത്. റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ ഒരുപാട് തോട്ടങ്ങളിൽപ്പെട്ടൊരു തോട്ടമാണ് അറിവ് തേടുന്ന സദസ്സ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഫളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ശീലമാക്കി മാറ്റാൻ കഴിയണം നമുക്ക് അറിവിന്റെ സദസ്സ് പോയിരിക്കുക, അറിവ് തേടുക എന്നുള്ളത്. കൃത്യമായി നമ്മൾ പഠിക്കുക, അതിനുള്ള എവിടുന്ന് പഠിക്കാന്ന് കൂടി നമ്മൾ തീരുമാനിക്കണം. എല്ലായിടത്തും നമ്മളൊക്കെ പറയാറുണ്ട് എല്ലാം കേൾക്കണം എന്നിട്ട് അതിന് നല്ല സ്വീകരിക്കുക. എങ്ങനെ നമുക്ക് മനസ്സിലായി? എല്ലാം കൂടി കേട്ടോ അതിനെങ്ങനെ നല്ലതെന്ന് മനസ്സിലാകുക? അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നല്ലത് മാത്രം കേൾക്കാനാണ് റസൂൽ പഠിപ്പിച്ചു, നല്ലത് മാത്രം നോക്കാനേ റസൂൽ പഠിപ്പിച്ചു. എല്ലാം കൂടി കേട്ടിട്ട് അതിന് നല്ല എടുക്കാൻ മാത്രം വിവരമുള്ളവരല്ല നമ്മളാരും റസൂലുള്ളയോ സ്വഹാബികളോ അല്ല. അതുകൊണ്ട്
എവിടുന്ന് അറിവ് പഠിക്കുന്നു എന്ന് കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. അറിവിന്റെ സ്രോതസ് നമ്മൾ ഏറ്റവും ശരിയായ സ്രോതസ്സിൽ നിന്നാണ് നമ്മൾ അറിവ് പഠിക്കുന്നത്, നമ്മുടെ മക്കൾ പഠിക്കുന്നത് എന്നുകൂടി നമ്മൾ ഉറപ്പാക്കണം എന്നുള്ളതാണ്. അഥവാ പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസം, ദീനി വിദ്യാഭ്യാസമൊക്കെ നേടുമ്പോൾ ഖുർആനും ഹദീസും കൃത്യമായി ചിട്ടയോടെ പാലിക്കുന്ന, അത് പ്രമാണമായി ജീവിക്കുന്ന, അത് പ്രമാണമായി എടുത്ത ആളുകളിൽ നിന്ന് മാത്രമേ നമ്മൾ അറിവ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് വഅളുകൾ കേൾക്കാറുണ്ട് അല്ലെ. രസകരമായി തോന്നുന്നത് എന്തും നമ്മൾ കേൾക്കാറുണ്ട്, കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവര് നമ്മൾ ഒന്നാമതായിക്കൊണ്ട് ഒരാളിൽ നിന്ന് അറിവ് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ കുറച്ച് മെഷർമെന്റ് എടുക്കേണ്ടതുണ്ട്. ഞാൻ കേൾക്കുന്നത്, ഞാൻ ആരുടേതാണ് ഞാൻ കേൾക്കുന്നത്, ആരിൽ നിന്നാണ് ഞാൻ അറിവ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ ആ അറിവ് സ്വീകരിക്കുന്ന വ്യക്തി എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണോ, തൗഹീദിൽ അടിയുറച്ച ആളാണോ, ഈമാൻ കാര്യം 6 കൃത്യമായ ഈമാൻ കാര്യം 6 പിയവ് സംഭവിക്കാത്ത, വിശ്വാസ കാര്യങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതിന് കൃത്യമായ അവഗാഹമുള്ള അറിവുള്ള ആളാണ് എന്നുറപ്പുള്ള, ഹദീസ് നിഷേധിക്കുന്ന ആളാണോ, ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളാണോ എന്നൊക്കെ പരിശോധിച്ചുറപ്പിച്ച് അതൊന്നും ഇല്ലാത്ത കൃത്യമായ വിശ്വാസ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുള്ള, കൃത്യമായ ശരിയായ ആദർശ നിലപാടുള്ള ആളുകളിൽ നിന്ന് മാത്രം നമ്മൾ അറിവ് സ്വീകരിക്കുക. അങ്ങനത്തെ ആളുകളിലേക്ക് മാത്രം നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുക എന്നുള്ളത്. നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പലപ്പോഴും മക്കളെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ആദർശമുള്ള സ്കൂളിലാവില്ല നമ്മൾ പറഞ്ഞയക്കുന്നത്. അവിടുന്ന് ചിലപ്പോൾ അവിടെ മതവിദ്യാഭ്യാസം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അപകടം ചെയ്യുമെന്നുള്ളതാണ്, അത് തെറ്റാണ് എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ കൃത്യമായിക്കൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞില്ല, സലഫിയത്ത് എന്ന് പറഞ്ഞത് അതാ സലഫു സ്വാലിഹീങ്ങളായ സ്വഹാബികളുടെ പാത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവര് പഠിപ്പിച്ച ആദർശം എവിടെ കിട്ടും എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ മക്കളെയും കൊണ്ടയക്കേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള സദസ്സുകളിലേക്ക് പോയി ഇരിക്കാൻ പറ്റുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. വിഷയം ഗൗരവമാണ്, ദീനാണ്. ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞാൽ ദീനിൽ കെട്ടിച്ചമക്കുന്ന ആൾക്കാരാണ്, ദീനിൽ കളവ് പറയുന്ന ആൾക്കാരാണ്, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരോട് നമുക്ക് സ്നേഹത്തിന്റെ ആവശ്യമില്ല, അവരുടെ സദസ്സുകൾ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അവരിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി സത്യം പറയുന്ന, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കൂടെ നമ്മൾ ചേരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠരെന്ന് പഠിപ്പിച്ച ആലിമീങ്ങളിൽ പെടാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു താലിബുൽ ഇൽമായിക്കൊണ്ട്, അറിവ് നേടുന്ന വിദ്യാർത്ഥിയായിക്കൊണ്ട്, വിദ്യാർത്ഥിനിയായിക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് തേടുന്നത് കാരണത്താൽ പാപം പൊറുക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, اللهم يا مصرف القلوب صرف قلوبنا على طاعتك، اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين آمين يا رب العالمين. أقم الصلاة.